എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ +1 കെമിസ്ട്രീൻ്റെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മളോട് ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 2 പാർട്ടിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എന്തുകൊണ്ട് എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എലമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ടിട്ട് അതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നിട്ട് എനിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിസ്റ്റുകാരുടെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളാണ് ആദ്യം പഠിച്ചത്. ആദ്യമായിട്ട് ഡൊബെറൈനർ എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത് ഡൊബെറൈനേഴ്സ് ട്രയാഡ് എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് 3 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു പെയർ 3 ട്രിപ്ലറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഡൊബെറൈനേഴ്സ് ട്രയാഡിൻ്റെ ബേസിക് എന്നത് മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് അതർ 2ൻ്റെ സമ്മായിരിക്കും. ദി അറ്റോമിക് വെയിറ്റ് ഓഫ് ദി മിഡിൽ എലമെൻറ്റ് ഈസ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി അതർ 2 എന്നൊക്കെ പറയാം. അതിനൊരു എക്സാമ്പിൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം ആണ് നമ്മളൊരു പെയറായിട്ട് നമുക്ക് പറയാനുള്ളത്. ലിഥിയം സോഡിയം പൊട്ടാസ്യം ഡൊബെറൈനേഴ്സ് ട്രയാഡിൽ വരുന്നതാണ്. അടുത്തതായിട്ട് പറഞ്ഞത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. എന്താണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്? ന്യൂലാൻഡ്സ് എന്ന സയൻറ്റിസ്റ്റ് അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റിൻ്റെ ബേസിസിൽ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തപ്പോൾ മനസ്സിലായി 8ാമത്തെ എലമെൻറ്റ് 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോട് സിമിലർ ആണ്. He arranged the elements in the increasing order of their atomic weight. Then the 8th element shows the similar properties as that of the first element എന്ന ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. അടുത്ത 3ാമത്തെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തത് മെൻഡലീവ് ആണ്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ, മെൻഡലീവിൻ്റെ ലോ എന്താണെന്ന് ചോദിച്ചാൽ അറ്റോമിക് വെയിറ്റ് ആണ് അതിൻ്റെ ബേസിസ്. ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസ് എന്നതായിരുന്നു അതിൻ്റെ ബേസിക്ക്. അങ്ങനെ വെച്ചിട്ട് പുള്ളീൻ്റെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തു. അപ്പം ഒരു കാര്യം മനസ്സിലായി, പുള്ളി ഇങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാ എലമെൻറ്റിലും ഈ അറ്റോമിക് വെയിറ്റ് എന്നത് ഉപയോഗിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മെൻഡലീവ് കുറച്ച് എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് വേക്കൻ്റ് ആയിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. എക്ക അലൂമിനിയം, എക്ക സിലിക്കൺ. അപ്പം എക്ക അലൂമിനിയം എന്നത് അലൂമിനിയം താഴത്തിൽ വരുന്ന ഗാലിയം എന്ന എലമെൻ്റ് ആയിട്ട് ലേറ്റർ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. എക്ക സിലിക്കൺ എന്നത് ജെർമേനിയം എന്ന എലമെൻ്റ് ആയിട്ടും പിന്നീട് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതും മറന്നു പോകരുത്. അതിനുശേഷമാണ് നമ്മൾ മോസിലിൻ്റെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നത്. മോസിലിൻ്റെ മോഡേൺ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എക്സ്റേ സ്പെക്ട്ര സ്റ്റഡി വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു ഗ്രാഫ് ഉണ്ടാക്കി. ആ ഗ്രാഫിൻ്റെ ഒരു ആക്സിസിൽ ഫ്രീക്വൻസി ഓഫ് എക്സ്റേ എമിറ്റഡും എടുത്തു, അടുത്തതിൽ അറ്റോമിക് നമ്പറും എടുത്തു. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. അപ്പോൾ പുള്ളീന് മനസ്സിലായി അറ്റോമിക് നമ്പറാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കാൻ. അപ്പം മോസിലിൻ്റെ പീരിയോഡിക് ലോ എന്നത് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം പുള്ളിയും പറഞ്ഞു ഇതേപോലെ പീരീഡ് എന്താണ്, ഗ്രൂപ്പ് എന്താണ് എന്നതിൻ്റെയൊക്കെ ഒരു ഡെഫിനിഷനും പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. അത്രയും കാര്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പീരിയോഡിക് ടേബിൾ ആണ് ഡിസ്കസ് ചെയ്തത്. പീരിയോഡിക് ടേബിൾ കാണുമ്പം നമുക്കറിയാം അതിനകത്ത് ആദ്യത്തെ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. അതിനകത്ത് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് എവിടെയൊക്കെയാണെന്നൊക്കെ അറിയാം. അതിനെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ബാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ലായിരിക്കും. അത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്നിട്ട് നമ്മൾ ഓരോ ബ്ലോക്കുകൾ ഡിസ്കസ് ചെയ്തു. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 2ആണ്, ഗ്രൂപ്പ് 1ഉം 2ആണ്. ഗ്രൂപ്പ് 1നെ നമ്മൾ ആൽക്കലി മെറ്റൽ എന്ന് വിളിച്ചാൽ ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ ട്രാൻസിഷൻ സീരീസിനെ പഠിച്ചു. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ സീരീസിനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു. മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ട് അവിടെ കിടക്കുന്നത് കൊണ്ടിട്ടാണ്, അതിനിടയ്ക്ക് പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ടിട്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു. പി ബ്ലോക്കിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെയും പി ബ്ലോക്ക് എലമെൻറ്റ്സിനെയും കൂട്ടിയിട്ട് പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് വെച്ചാൽ എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ കൂട്ടിയിട്ട് പറയുന്ന പേരാണ്. പിന്നെ പഠിച്ചൊരു കാര്യം ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്
ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്ന കാര്യം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറഞ്ഞു. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി, കെമിക്കൽ റിയാക്ഷൻസ് കോംപ്ലക്സ് ആയിട്ട് കാണപ്പെടുന്നു ആക്ടിനൈറ്റ്സിൻ്റെ. അതിന് കാരണം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിങ്ങനെ എഴുതി കൊടുക്കണം, ആക്ടിനൈറ്റ്സിന് വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനുണ്ട്, ആക്ടിനൈറ്റ്സിൻ്റെ കെമിസ്ട്രി അൺനൗൺ ആണ്, പകുതി കൂടുതലും മോസ്റ്റ് അൺനൗൺ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അത് റേഡിയോ ആക്റ്റീവ് നേച്ചർ ആയതുകൊണ്ടിട്ട് നമ്മുടെ ഒക്കറൻസ് വളരെ കുറവാണ്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എഴുതി കൊടുക്കണം. അടുത്തതായിട്ട് എന്താ പഠിച്ചേ, അടുത്തായിട്ട് സെമി മെറ്റൽസ് എന്താണെന്ന് പറഞ്ഞു. മെറ്റൽസിൻ്റെ നോൺ മെറ്റൽസിൻ്റെ പാർഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ളതെന്ന് പറയുന്നവരാണ് സെമി മെറ്റൽ അല്ലെങ്കിൽ മെറ്റലോയിഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അറ്റോമിക് റേഡിയസിൻ്റെ കാര്യം പറഞ്ഞു. അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് അറ്റോമിക് റേഡിയസ് കൂടി വരികയും അതുപോലെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അറ്റോമിക് സൈസ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. അതിൻ്റെ റീസണും എക്സ്പ്ലെയിൻ ചെയ്തു. അത് എനർജി ലെവൽസൊക്കെ കൂടുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ പീരീഡിൽ അതങ്ങനെ എനർജി ലെവലൊന്നും മാറുന്നില്ല, ഷെല്ലൊന്നും കൂടുന്നില്ല എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ഒക്കെ പറഞ്ഞതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പി, അയണിക് റേഡിയസ്. അപ്പോൾ അയണിക് റേഡിയസ് എന്താണ്? അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺസ് ലൂസായി പോയാൽ, ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, അതിൻ്റെ കാറ്റയോൺ ഫോം ചെയ്യും. ഇനി ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് അതിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും, ആനയോൺസ് ആയിട്ട് മാറും. ഇത്തരത്തിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പീഷീസാണ്. അതിൻ്റെ അറ്റോമിക് സൈസ് എന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറ്റോമിക് സൈസ് കൂടി വരുന്നത്. അതിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് സൈസ് വരുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജുള്ള ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനായിരിക്കും. ഇനി നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്തെന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെ അയൺസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് from the most loosely bounded electron is removed from the neutral gaseous isolated atom. അതിന് വേണ്ടുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ്. It is the minimum amount of energy required to rise the most loosely bounded electrons from the valence shell of the atom is called ionization enthalpy. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ അതിനുശേഷം ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മീൻസ് ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടുന്ന എനർജി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ആഡ് ആൻ ആറ്റം ടു എ neutral gaseous isolated atom. Added to an electron to a neutral gaseous isolated atom. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് when an electron is added to the valence shell of an atom. It is the electron added to the valence shell of an atom of neutral gaseous isolated atom. അപ്പോൾ രണ്ടു പ്രാവശ്യം പറഞ്ഞപ്പോഴും കൊളമായി. ഒന്നുകൂടെ നമുക്ക് പറയാം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ to an atom, to valence shell of an atom of neutral gaseous isolated atom. ഓക്കെ, ന്യൂട്രൽ gaseous isolated atom എന്ന് പറയുന്നത്, എന്നാലേ അതിന് ഡെഫിനിഷൻ എഴുതുമ്പോൾ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞു, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ ബോണ്ട് ടു അട്രാക്ട് ദി നെയ്ബറിങ് ആറ്റം ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു കെമിക്കൽ ബോണ്ട് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺസ് ടു ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന കാര്യം പറഞ്ഞു. അത്രയും കാര്യമൊക്കെ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ കാര്യം പറഞ്ഞു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലോറിൻ. ആ ഒരു ട്രെൻഡ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്ലോറിൻ്റെ അറ്റോമിക് സൈസ് അതിൻ്റെ ഓർബിറ്റൽസ് 3p ഫ്ലോറിൻ്റെ 2p നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2p എന്നത് വളരെ സ്മാൾ ആയതുകൊണ്ടിട്ട് അവിടെ ഹൈ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടായതുകൊണ്ടിട്ടാണ്
ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലോറിൻ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പിന്റെ കേസിൽ നമ്മൾ കുറച്ച് അനോമലസ് ബിഹേവിയർ കണ്ടു. അതായത് രണ്ടാമത്തെയും 13ാമത്തെയും ഗ്രൂപ്പിൽ എലമെന്റ്സ് വരുമ്പോഴത്തേക്ക് അയണൈസേഷൻ എൻതാൽപ്പി നോർമൽ ട്രെൻഡിൽ നിന്ന് മാറുന്നുണ്ട്. അതുപോലെ 15, 16 ഗ്രൂപ്പുകളിലും ഈ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഓക്സിജൻ. അതുപോലെ തന്നെ ബെറിലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ബോറോൺ. അങ്ങനെയൊക്കെ വരുന്നത് അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ചാപ്റ്ററുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനോമലസ് ബിഹേവിയർ എന്ന ഒരു കാര്യം. അനോമലസ് ബിഹേവിയർ അതായത് സെക്കൻഡ് പീരീഡ് ഓഫ് എലമെന്റ്സ് ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സുമായിട്ട് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. എന്താ diagonally placed elements shows similar properties in second period and third period of elements. അപ്പോൾ അതിൽ നിന്നിട്ട് ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയവും മഗ്നീഷ്യവും ബെറിലിയവും അലൂമിനിയവും. അത് ഓരോ പെയറാണ്. ലിഥിയം മഗ്നീഷ്യം ഒരു പെയറാണ്, അടുത്ത ബെറിലിയം അലൂമിനിയം അടുത്ത പെയറാണ്. എന്താണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ള തേർഡ് പീരീഡ് എലമെന്റ്സുമായിട്ട് ഒരു റിലേഷൻ കാണിക്കുന്നു. അതിന് പറയുന്നവരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. പിന്നെ എക്സാമ്പിൾ ആയിട്ടുള്ള ഈ 2 പെയറും കൂടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസറായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇഷ്ടമായ ഇതിലെന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.